ഈ കുംഭമേളയ്ക്ക് പുറപ്പെടുക എന്ന് പറയുമ്പോൾ പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്ക, പണ്ടൊക്കെ കുംഭമേളയ്ക്ക് പോയിട്ടുള്ള തിക്കിനെയും തിരക്കിനെയും കുറിച്ചൊക്കെ എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞിരുന്നൊരു ഓർമ്മ കൂടിയുണ്ട്. അതുകൊണ്ട് അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ കുംഭമേള നഗരിയിലെത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത്, നമ്മൾ കരുതുന്ന പോലെ കേവലം ഒരു തീർത്ഥ സ്നാനത്തിനുള്ള കേന്ദ്രത്തെ ലക്ഷ്യമാക്കിയല്ല നമ്മൾ പോകുന്നത്. മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ ആ ഗംഗാനദിയെ അണകെട്ടി നിർത്തിയതിന് ശേഷമുണ്ടായ ആ തടം 34,000 ചതുരശ്ര കിലോമീറ്റർ, അത്രയും സ്ഥലത്ത് ആണ് കുംഭമേളയ്ക്കുള്ള നഗരിയാക്കി മാറ്റിയിരിക്കുന്നത്. അവിടെ ഒട്ടനവധി ടെൻറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള, വളരെ പോഷെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ടെൻറ്റുകൾ, ഒപ്പം സാധാരണ തരത്തിലുള്ള ടെൻറ്റുകളും. പോഷ് ടെൻറ്റുകളെന്ന് ഞാൻ പറയാൻ കാരണം, കോസ്റ്റ്ലി ആയിട്ടുള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യം ഒരുക്കുന്ന ടെൻറ്റുകളുണ്ട്. അതേപോലെ സാധാരണ നോർമൽ റേറ്റിലുള്ള ടെൻറ്റുകളുണ്ട്. കൂടാതെ ഒട്ടനവധി ആശ്രമങ്ങളിൽ യാതൊരു സാമ്പത്തിക ഇതുമില്ലാതെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുമുണ്ട്. നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ, വിദേശത്തുള്ളൊരു സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ പോയതുകൊണ്ട് ഈ ബാബുജിയുടെ ആശ്രമത്തിൽ നമ്മൾ ഗസ്റ്റായിട്ടാണ് അവർ സ്വീകരിച്ചത്. അത്രയും വിശിഷ്ടമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയെങ്കിലും ഒരു പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയില്ല. അതേമാതിരി യാതൊരു പൈസയും വാങ്ങാത്ത ഒട്ടനവധി ആശ്രമങ്ങൾ അവിടെയുണ്ട്. വിവിധ ആശ്രമങ്ങൾ, കേരളത്തിൽ നിന്നുള്ളവരുടെ ആശ്രമങ്ങളും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ സംഗം ഘാട്ടിലെത്തിയപ്പോൾ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു തള്ളലും മുന്തലുമല്ല. അത് നമ്മളെപ്പോഴും അറിയേണ്ടതാണ്. നമുക്കൊക്കെ സങ്കല്പത്തിൽ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും ഉന്തുകയും ചെയ്യുന്നൊരു തിരക്കാണ്. അങ്ങനെ ഒരു തിരക്കല്ല. എല്ലാവരും ഒരു തുള്ളി ഒരു തീർത്ഥം നെറുകയിൽ വീഴണം, ആ തീർത്ഥത്തിലൊന്ന് മുങ്ങി നിവർന്ന് ജന്മപുണ്യം ആർജിക്കണം, അതിലെ ഒരു തുള്ളി തങ്ങളുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അത് ആ ത്രിവേണി സംഗമത്തിൽ സമർപ്പിക്കാൻ സാധിക്കണം, തങ്ങളുടെ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ഭക്തജനങ്ങൾ അത്തരത്തിലൊരു തെള്ളും തിരക്കൊന്നുമില്ല. എങ്ങും ഹര ഹര മഹാദേവ്, ഗംഗാമ്മയ്ക്ക് കീജയ് വിളിക്കുന്ന ആ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനിടയിൽ കൂടെ ഒക്കെ ചെന്നൊരു ഭാഗത്ത് സ്നാനം വിചാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അത്ര എളുപ്പമല്ല. ആ ഭാഗത്ത് വളരെ തിരക്ക്. പിന്നെ നമ്മൾ ആ കൈയും പിടിച്ചുകൊണ്ട് അതിനിടയിൽ കൂടെ ഒക്കെ ഊർന്ന് സ്നാനഘട്ട്, കുറച്ചുകൂടെ മാറി ഒരു സ്നാനഘട്ടിലേക്ക് എത്തി അതിനുള്ളിലേക്ക് ഇറങ്ങുമ്പം 100,000 പേര് ഇറങ്ങുന്നു, മുങ്ങുന്നു, കയറുന്നു. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പലർക്കും തോന്നും ഈ ഈ ത്രിവേണി ഈ ഘാട്ടുകളിൽ അപകടം പറ്റുമെന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് മുങ്ങുവോ അല്ലെങ്കിൽ ഒഴുകി പോവുകയോ അങ്ങനെ വല്ലതും സംഭവിക്കുമോ നമുക്ക് സംശയം തോന്നിയേക്കാം.